സമീപകാലത്ത് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ശാസ്ത്രീയ നേട്ടമാണ് ചൈന മനുഷ്യന്റെ കൃത്രിമ ഭ്രൂണ സദൃശ ഘടനകളെ ബഹിരാകാശത്തേക്ക് അയച്ചത്. മനുഷ്യ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു പരീക്ഷണം ബഹിരാകാശത്തിൽ നടത്തപ്പെടുന്നത്. ചൈനയുടെ ടിയാൻഗോങ് ബഹിരാകാശ നിലയത്തിൽ നടക്കുന്ന ഈ പരീക്ഷണം ഭാവിയിലെ മനുഷ്യ ബഹിരാകാശ ജീവിതത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് വലിയ വഴിത്തിരിവായിരിക്കുമെന്ന് ശാസ്ത്രലോകം വിലയിരുത്തുന്നു. എന്നാൽ എന്താണ് ഈ ദൗത്യം? എന്തുകൊണ്ട് ഈ പരീക്ഷണം പ്രധാനമാകുന്നു? പരിശോധിക്കാം വിശദമായി. ഞാൻ അഞ്ജിത. ലോകത്തിൽ ആദ്യമായാണ് മനുഷ്യന്റെ കൃത്രിമ ഭ്രൂണങ്ങൾ ബഹിരാകാശത്തേക്ക് അയച്ച് ചരിത്രം കുറിച്ചിരിക്കുകയാണ് ചൈന. ചൈനയുടെ ടിയാൻഗോങ് ബഹിരാകാശ നിലയത്തിൽ വെച്ചാണ് ഈ വൻ പരീക്ഷണം നടക്കുന്നത്. ചൈനീസ് അക്കാദമി ഓഫ് സയൻസസിലെ ശാസ്ത്രജ്ഞരാണ് ഈ ദൗത്യത്തിന് പിന്നിൽ. ചൈനയുടെ ടിയാൻഷൗ 10 എന്ന കാർഗോ ബഹിരാകാശ പേടകത്തിലാണ് കൃത്രിമ ഭ്രൂണങ്ങൾ അടങ്ങിയ പെട്ടികൾ ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചത്. ഇവ യഥാർത്ഥ മനുഷ്യ ഭ്രൂണങ്ങളല്ല. മനുഷ്യന്റെ സ്റ്റെം സെല്ലുകൾ ഉപയോഗിച്ച് ലാബോറട്ടറിയിൽ കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ഭ്രൂണ മാതൃകകളാണിവ. ബഹിരാകാശ നിലയത്തിലെത്തുമ്പോൾ ഈ കോശങ്ങൾ വളരെ ചെറിയ അവസ്ഥയിലായിരുന്നു. തുടർന്ന് അവിടെയുള്ള അത്യാധുനിക ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളുടെയും മൈക്രോ ഫ്ലൂയിഡിക് ചിപ്പുകളുടെയും സഹായത്തോടെ 5 ദിവസത്തേക്ക് ഇവയെ സ്വയം വളരാൻ അനുവദിച്ചു. ഗർഭധാരണത്തിന് ശേഷം 14 മുതൽ 21 ദിവസം വരെയുള്ള യഥാർത്ഥ മനുഷ്യഭ്രൂണത്തിന്റെ വളർച്ചാ ഘട്ടമാണ് ബഹിരാകാശത്ത് കൃത്രിമമായി പുനഃസൃഷ്ടിച്ചത്. മനുഷ്യ ശരീരത്തിന്റെ ആകൃതിയും അവയവങ്ങളുടെ ആദ്യ രൂപങ്ങളും ഉണ്ടാക്കുന്നത് ഈ നിർണായക ഘട്ടത്തിലാണ്. 5 ദിവസത്തെ വളർച്ചയ്ക്ക് ശേഷം ഈ സാമ്പിളുകൾ ശാസ്ത്രജ്ഞർ ഫ്രീസ് ചെയ്യുകയും ഭൂമിയിലേക്ക് തിരികെ എത്തിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്താൻ മാറ്റിവെക്കുകയും ചെയ്യും. ബഹിരാകാശത്തെ മാറ്റങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർ ഇതേ സമയത്ത് ഭൂമിയിലെ ലാബിലും സമാനമായ കൃത്രിമ ഭ്രൂണങ്ങൾ വളർത്തിയിരുന്നു. ബഹിരാകാശത്ത് വളർന്ന ഭ്രൂണങ്ങളും ഭൂമിയിൽ വളർന്നവയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ താരതമ്യം ചെയ്താണ് അന്തിമ നിഗമനങ്ങളിൽ എത്തുക. ഭാവിയിൽ മനുഷ്യൻ ചന്ദ്രനിലോ ചൊവ്വയിലോ സ്ഥിരതാമസമാക്കുമ്പോൾ അവിടെ തലമുറകൾ നിലനിൽക്കണമെങ്കിൽ സുരക്ഷിതമായ പുനരുൽപാദനം അത്യാവശ്യമാണ്. എന്നാൽ ഭൂമിയിലെ ഗുരുത്വാകർഷണത്തിലാണ് കോശങ്ങളുടെ വിഭജനവും വളർച്ചയും കൃത്യമായി നടക്കുന്നത്. ഗുരുത്വാകർഷണം ഇല്ലാത്ത അവസ്ഥയിൽ ഭ്രൂണത്തിന് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാകുമോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. യഥാർത്ഥ മനുഷ്യ ഭ്രൂണങ്ങൾ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് വലിയ ധാർമ്മിക പ്രതിസന്ധികൾ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ലാബിൽ വളർത്തുന്ന ഇത്തരം കൃത്രിമ ഭ്രൂണങ്ങൾ വഴി നിയമപരമായ തടസ്സങ്ങളില്ലാതെ ശാസ്ത്രജ്ഞർക്ക് വലിയ തോതിൽ ഗവേഷണം നടത്താൻ സാധിക്കും. ഈ പരീക്ഷണം ചൈനയുടെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ തെളിവ് കൂടിയാണ്. കഴിഞ്ഞ ഒരു ദശകത്തിനിടെ ചൈന ബഹിരാകാശ ഗവേഷണ രംഗത്ത് അതിവേഗം വളർന്നു. സ്വന്തം ബഹിരാകാശ നിലയം സ്ഥാപിച്ചതും ചന്ദ്രനിൽ ദൗത്യങ്ങൾ നടത്തിയതും മാർസ് ഗവേഷണത്തിലേക്ക് കടന്നതുമെല്ലാം ലോകശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോഴത്തെ ഈ ഗവേഷണം ചൈനയെ അമേരിക്കയും റഷ്യയും പോലുള്ള രാജ്യങ്ങളോട് മത്സരിക്കുന്ന ശക്തമായ ബഹിരാകാശ ശക്തിയായി ഉയർത്തിക്കാട്ടുന്നു. അതേസമയം ഈ പരീക്ഷണം ചില നൈതിക ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ചോദ്യം പലരും ഉയർത്തുന്നു. ഭാവിയിൽ ഇത്തരം ഗവേഷണങ്ങൾ മനുഷ്യ പ്രജനനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് നയിക്കുമോ എന്ന ആശങ്കയും ചിലർക്കുണ്ട്. അതിനാൽ ശാസ്ത്രീയ പുരോഗതിയോടൊപ്പം നൈതിക ഉത്തരവാദിത്വവും പാലിക്കപ്പെടണമെന്നതാണ് ലോകത്തിന്റെ പൊതുവായ അഭിപ്രായം. എന്നാൽ ചൈനയുടെ ഈ പരീക്ഷണം മനുഷ്യ ചരിത്രത്തിലെ ഒരു പുതിയ ശാസ്ത്രീയ അധ്യായത്തിന് തുടക്കമിടുന്നതാണ്. മനുഷ്യർ ഒരു ദിവസം ഭൂമിക്ക് പുറത്തും ജീവിക്കാൻ കഴിയുമോ എന്ന വലിയ ചോദ്യത്തിന് ഉത്തരമന്വേഷിക്കുന്ന യാത്രയിലെ നിർണായക ഘട്ടമായി ഇത് കണക്കാക്കപ്പെടുന്നു. ശാസ്ത്രത്തിന്റെ അതിരുകൾ വികസിപ്പിക്കുന്ന ഈ നേട്ടം ഭാവിയിലെ ബഹിരാകാശ ജീവിതത്തിനുള്ള സാധ്യതകളെ കൂടുതൽ യാഥാർത്ഥ്യമാക്കുന്നു.